സംസ്ഥാന ആരോഗ്യമന്ത്രി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയെ കാണാൻ പോയ ഇത്തവണത്തെ യാത്ര ചീറ്റിപ്പോയി. മന്ത്രിയുടെ ആദ്യ ഡൽഹി യാത്ര ആരും മറക്കാനിടയില്ല. കേന്ദ്രമന്ത്രിയെ കണ്ട് ഇപ്പോൾ ഏതാണ്ടൊക്കെ സാധിക്കുമെന്നായിരുന്നു വീമ്പ് പറയൽ. ഒടുവിൽ യാത്ര കഴിഞ്ഞെത്തിയ വീണ മന്ത്രിയുടെ അവസ്ഥ ആരാ എന്താ മനസ്സിലായില്ല. പിന്നെ മാധ്യമങ്ങളോടൊക്കെ ഒരു കത്തിക്കയറലായിരുന്നു. ഏതാണ്ട് സ്വയം താനൊരു അയൺ ലേഡിയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമായിരുന്നു നടത്തിയത്. ഈ വെല്ലുവിളി നടത്തിയ വീണ ചേച്ചി പണ്ട് ഇതേ തൊഴിൽ ചെയ്ത ആളാണെന്ന കാര്യം അങ്ങ് മറന്നുപോയി. വീണ ചേച്ചി അങ്ങ് പരിസരം മറന്ന് നാഗവല്ലിയായി അങ്ങ് മാറി. നീയൊക്കെ തെളിയിക്കാമെങ്കിൽ അങ്ങ് തെളിയിക്ക് എന്നായിരുന്നു വെല്ലുവിളി. പറഞ്ഞു അത് നിങ്ങളങ്ങ് വരുത്തി തീർത്തോളൂ. കേന്ദ്രമന്ത്രിയുടെ അപ്പോയിന്റ്മെന്റിന് ഒരാഴ്ച മുമ്പ് ശ്രമിച്ചതല്ലേ? ആര് പറഞ്ഞു? അങ്ങനെ ഒരു റിക്വസ്റ്റ് പോയിട്ടില്ല. അല്ല, നിങ്ങൾക്ക് എന്താ ഇപ്പൊ പ്രശ്നം? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഏഷ്യാനെറ്റ് ന്യൂസിന് എന്താ പ്രശ്നം? ഞാൻ ഒരു അപ്പോയിന്റ്മെന്റ് അനുവാദം തേടിയതാണോ പ്രശ്നം? പിന്നെ എന്താ പ്രശ്നം? അല്ല, എപ്പോ തേടണമായിരുന്നു? അല്ല, എപ്പോ തേടണമായിരുന്നേ? അല്ല, ഞാൻ ആദ്യം ഇവിടെ സംസാരിക്കട്ടെ, അവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് അല്ല, എന്താണ് ഏഷ്യാനെറ്റ് ന്യൂസ് രാവിലെ വാർത്ത കൊടുത്തായിട്ട് ഇപ്പൊ ഞാൻ വന്നിറങ്ങി പറഞ്ഞു? എന്താണ് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പ്രശ്നം? ഞാൻ അപ്പോയിന്റ്മെന്റ് തേടിയതാണോ പ്രശ്നം? അല്ല, ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഊഹങ്ങളിൽ വാർത്ത കൊടുക്കുന്നു. ആ ഊഹങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഡൽഹിയിൽ നിങ്ങളുടെ ഉൾപ്പെടെ റിപ്പോർട്ടറോട് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു? ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ കൊടുത്ത ബഹുമാനപ്പെട്ട സ്പീക്കറുടെ നിയമസഭയിലെ വീഡിയോയുടെ ഡേറ്റ് നോക്കിയാൽ മതിയാകും. ഇനി അങ്ങനെ ഡൽഹിയിൽ പോകുമ്പോൾ ഞാൻ ഈ ആശമാരുടെ ഒരു സമരം, ഒരു കേന്ദ്ര സ്കീമിലുള്ള ആശമാരുടെ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ കേന്ദ്രമന്ത്രിയെ കാണാൻ അനുവാദം തേടിയത് തെറ്റാണോ? എനിക്കതാ അറിയാതെ തെറ്റാണോ? അല്ല, അതിന്റെ ഔചിത്യം എന്താണ്? നിങ്ങൾ എന്താ പറയുന്നത്? എപ്പോഴാ തേടി? അല്ല, ഞാനൊന്ന് സംസാരിച്ചിട്ട് അടുത്ത ആളിലോട്ട് അല്ല അങ്ങോട്ട് സംസാരിക്കാം. വണ്ടുകൊണ്ടല്ലോ, ഒന്ന് സംസാരിക്കട്ടെ. രാവിലെ അവര് കൊടുത്തായിട്ടാണ് ഞാൻ കണ്ടത്, മാതൃഭൂമി കൊടുത്തായിട്ട് ഞാൻ കണ്ടില്ല. അത് ഞാൻ പറയാലോ. അപ്പൊ ഏഷ്യാനെറ്റ് ന്യൂസിന് എപ്പോഴാണ് ഞാൻ കൊടുത്തതെന്നാണ് നിങ്ങൾ പറയുന്നത്? ഏഷ്യാനെറ്റ് ന്യൂസ് അല്ല, എപ്പോ എടുക്കണമായിരുന്നു? എടുക്കുമല്ലോ. അപ്പൊ അല്ല, ഞാൻ എപ്പോ എടുത്തു എന്നാണ് നിങ്ങൾ പറയുന്നത്? നമുക്ക് കേന്ദ്രമന്ത്രിയുടെ ഓഫീസ് എന്ന് പറയുന്നത് തൊട്ട് തലേന്ന് രാത്രിയിൽ മാത്രമാണ് അങ്ങനെ ഒരു അപ്പോയിന്റ്മെന്റ്. അത് വിശ്വസിച്ചാൽ മതി. എനിക്ക് എന്റേത് അത് നിങ്ങൾ വിശ്വസിച്ചാൽ മതി. ചോദിച്ചോളൂ. എനിക്ക് ഞാൻ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പങ്കെടുക്കണം എന്നുള്ള തീരുമാനം അല്ലെങ്കിൽ ആ ഡേറ്റ് സംബന്ധിച്ച് നേരത്തെ തന്നെ വ്യക്തത ഉണ്ടായതല്ലേ? ആ യാത്ര നേരത്തെ തീരുമാനിച്ചതല്ലേ? ഒരാഴ്ച മുമ്പ് തീരുമാനിച്ചതല്ലേ? അപ്പോ ഞാൻ 6 മാസം മുൻപ് കേന്ദ്രമന്ത്രിയെ കണ്ടപ്പോൾ മാതൃഭൂമിയുടേതും ഉൾപ്പെടെയുള്ള ചാനലുകൾ ഡൽഹിയിൽ നിന്ന് എന്റെ ബൈറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട്. ഞാൻ പറയട്ടെ, ആശാ വർക്കർമാരുടെ കാര്യം ഞാൻ അതിലും പറഞ്ഞിട്ടുണ്ട്. എയിംസ് പറഞ്ഞു, ആശാ. പക്ഷെ ഞാൻ ഇതിനെ റിക്വസ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു സാഹചര്യം ഉണ്ടല്ലോ. എന്താണ്? ഒരു വളരെ കുറച്ച് ആശമാരാണെങ്കിലും SUCയുടെ നേതൃത്വത്തിൽ കുറച്ച് ആശമാർ നമ്മുടെ ഇവിടെ സമരം ചെയ്യുന്നു. പിറ്റേ ദിവസം അവർ നിരാഹാരത്തിലേക്ക് പോകുന്നു. അപ്പോൾ തലേ ദിവസം വീണ്ടും NHM അവരെ ചർച്ചയ്ക്ക് വിളിച്ചു. മന്ത്രിയോട് വീണ്ടും ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ വീണ്ടും ഈ സമരം തുടരുന്നതും പിന്നെ ഒരു നിരാഹാര സമരത്തിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ ഒരു കേന്ദ്ര സ്കീം ആണല്ലോ ഡൽഹിയിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും. അപ്പം 12-ാം തീയതി ഈ ബഹുമാനപ്പെട്ട സ്പീക്കർ ഇത് പറയുമ്പോൾ ആശമാരുടെ സമരം തീർക്കണം എന്നുള്ളതാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ തീരാതെ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യത്തിലാണ് തലേ ദിവസം വീണ്ടും ആശമാരുടെ ചർച്ചയിലും ഈ കാര്യം പറഞ്ഞിരുന്നു. NHMന്റെ ചർച്ചയുടെ അതിനുശേഷമാണ് ഞാനുമായിട്ട് ചർച്ച നടത്തിയത്. എന്തായാലും ചേച്ചി വെല്ലുവിളിയൊക്കെ വിട്ട് നായം അങ്ങ് മാറ്റിയിരിക്കുകയാണ്. എന്തൊരു തെളിമ. അപ്പോ ചേച്ചിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയാം അല്ലേ? അതിനുശേഷം 25-നാണെന്ന് തോന്നുന്നു, 6-7 ദിവസം കഴിഞ്ഞിട്ട് എനിക്കൊരു ഓഫീസിലൊരു മെയിൽ കിട്ടിയിരുന്നു. അതിൽ അന്ന് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇനി കാണാൻ നമുക്ക് സൗകര്യമുള്ള ദിവസങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു. അപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രിയുടെ ഓഫീസുമായിട്ട് കൂടി എന്റെ ഓഫീസ് ആശയവിനിമയം നടത്തി. അദ്ദേഹത്തിന്റെ കൂടി സൗകര്യമുള്ള 3 ദിവസങ്ങൾ അറിയിച്ചിരുന്നു. അപ്പോൾ കേരള ഹൌസിൽ നിന്ന് റെസിഡന്റ് കമ്മീഷണറുടെ ഓഫീസിൽ നിന്ന് ഇന്ന് അപ്പോയിന്റ്മെന്റിന് സൗകര്യമുണ്ട് എന്നുള്ളത് അറിയിച്ചിരുന്നു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ആശമാരുടെ അടക്കമുള്ള വിഷയങ്ങൾ തീർച്ചയായിട്ടും
അതെ, ആശുമാരുടെ ഇൻസെൻറ്റീവ്സ് വർദ്ധിപ്പിക്കുന്ന കാര്യം, അതോടൊപ്പം തന്നെ തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ അവരെ കൊണ്ടുവരുന്ന കാര്യം, അതുൾപ്പെടെയുള്ള 3-4 വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓൾറെഡി കഴിഞ്ഞ തവണ ഞാൻ റെപ്രസെന്റേഷൻ നൽകിയിരുന്നു. ഇന്ന് വീണ്ടും നൽകും. അടക്കമുള്ള വിഷയങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ വാദങ്ങൾ എന്തായിരിക്കും? ആശാമാരുടെ പ്രശ്നത്തിൽ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് മുൻപിലേക്കുന്ന അതെല്ലാം ഞാൻ നേരത്തെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ. എല്ലാം നേരത്തെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ശരി, എയിംസ് അടക്കമുള്ള വിഷയങ്ങൾ ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും. തീർച്ചയായിട്ടും ഉണ്ടാവും. 51 ദിവസത്തിലേക്ക് സമരം അടുത്ത ഘട്ടത്തിലേക്ക് അവർ കൊണ്ടുപോകേണ്ടതുണ്ടായിരുന്നു സംസ്ഥാന സർക്കാർ. അല്ല, ഞാൻ ഈ കൂടിക്കാഴ്ചയുടെ സാഹചര്യം ഞാൻ പറഞ്ഞല്ലോ. നിരാഹാര സമരം തുടങ്ങുന്നതിന് മുൻപ് ഞാൻ അവരുമായിട്ട് ചർച്ച നടത്തി. ആ 19-ാം തീയതി തന്നെയാണ് ഞാൻ മെയിൽ അയച്ചിരുന്നത്. 20-ാം തീയതി പാർലമെന്റ് നടക്കുന്ന സമയം കൂടി ആയതുകൊണ്ട് 20-ാം തീയതിയിലേക്കാണ് ഞാൻ അപ്പോയിന്റ്മെന്റ് തേടിയിരുന്നത്. അന്ന് നിർഭാഗ്യവശാൽ കിട്ടിയില്ല. അപ്പോൾ ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് 25-നാണ് എന്ന് തോന്നുന്നു എൻ്റെ ഓഫീസിലേക്ക് ഒരു മെയിൽ വന്നു. അതിൽ 20-ാം തീയതി കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇനി ഏത് ദിവസമാണ് കാണാൻ സാധിക്കുക എന്നുള്ളത്, അതായത് കൂടിക്കാഴ്ചയ്ക്കുള്ള സൗകര്യം ഏത് ദിവസമാണ് വേണ്ടത് എന്ന് ചോദിച്ച് 25-ാം തീയതി ഒരു മെയിൽ അയച്ചിരുന്നു. അപ്പോൾ കേന്ദ്രമന്ത്രിയുടെയും കൂടി സൗകര്യം ആശയവിനിമയത്തിലൂടെ അത് മനസ്സിലാക്കിയിട്ട് 3 ദിവസങ്ങൾ ഇവിടേക്ക് ഈ 3 ദിവസങ്ങളിൽ ഏതെങ്കിലും എന്നുള്ളത് അറിയിച്ചിരുന്നു. 2 ഓഫീസുമായിട്ടും കൂടി ആശയവിനിമയം നടത്തി. അപ്പോൾ ഇന്ന് ഇവിടെ കേരള ഹൌസിൽ നിന്ന് റെസിഡന്റ് കമ്മീഷണറുടെ ഓഫീസിൽ നിന്നും അതോടെ നമ്മുടെ ലൈസൺ അവിടെയുള്ള അവരും കൂടി അവരാണ് അറിയിച്ചത് ഇന്നത്തേക്ക് അപ്പോയിന്റ്മെന്റ് കേന്ദ്രമന്ത്രിയുടേത് ഉണ്ടാകും എന്നുള്ളത്. അപ്പോൾ അവർ അറിയിച്ചതിന്റെ കേരള ഹൌസിൽ നിന്ന് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് വന്നിട്ടുള്ളത്. ഉച്ച കഴിഞ്ഞിട്ട് കാണുമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതെ, ബാക്കി എന്തായാലും ഡൽഹി പോയി കേന്ദ്രമന്ത്രി JP നദ്ദയെ കണ്ട ശേഷം ഏതാണ്ട് ധാർഷ്ട്യമൊക്കെ പോയി ഒന്ന് കെട്ടടങ്ങിയിരിക്കുകയാണ്. വീണയ്ക്ക് എന്തായാലും കേന്ദ്രത്തിന്റെ നല്ല 8ന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ എന്തൊക്കെയോ കാണിക്കുമെന്നായിരുന്നു കേന്ദ്രത്തിലേക്ക് പോകുന്ന മുമ്പ് ചേച്ചിയുടെ നിലപാട്. എന്നാ പോയപ്പോഴോ ഉള്ള അത്ര ശൗര്യമൊക്കെ തിരിച്ചെത്തിയപ്പോൾ ഇല്ല. കേന്ദ്രത്തിൽ നിന്നും കണക്കിന് കിട്ടിയെന്നാണ് കരക്കമ്പി. എന്തായാലും കേന്ദ്രത്തിൽ പോയി വന്ന ക്ഷീണം മാറുന്നേ മുന്നേ നിലവിളിച്ചുകൊണ്ട് അതാ ആശമാരെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ്. അതും ധാർഷ്ട്യമൊക്കെ അങ്ങ് പോയി. ഒന്ന് വരുമോ എന്ന അവസ്ഥയിലാണ്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞേക്കാം. നേരാ ചൊവ്വ ഇടപെട്ട് ആശമാരുടെ സമരം അങ്ങ് തീർത്തേക്കണം എന്നാണ് മുഖ്യമന്ത്രിയുടെ വക നിർദ്ദേശം. അപ്പൊ പിന്നെ എന്ത് ചെയ്യാനാ? വല്ലവന് പുല്ലുവായുധം എന്ന പോലെ അപ്പോൾ ഇനി ഭൂമി അങ്ങ് നമിക്കാം. അതായത് മനസ്സിലായില്ലേ? ആശമാർക്ക് അങ്ങ് അടിയറവ് പറയാമെന്ന. അപ്പോൾ എങ്ങനെ ആശമാരുടെ സമരം തീരുമോ എന്താകുമോ എന്തോ. എന്തായാലും പാർട്ടിയിൽ നിന്നും സമരത്തിന്റെ പേര് കണക്കിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് 3-ാം വട്ടവും ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ്. അതങ്ങനെയാണല്ലോ, ഒന്നിപ്പിഴച്ച 3 എന്നാണല്ലോ. ഇനി 3-ൽ 3 ഒന്ന് കണ്ടറിയാം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.